കേരളത്തിൽ തന്നെ അധികം എവിടെയും കിട്ടാത്തൊരു പ്രൊഡക്റ്റ് ഇത് വെച്ചിട്ട് ജാതിക്ക പറക്കണവരെ നടുവേന മാറ്റാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ജാതിക്ക ജസ്റ്റ് ഇത് റൊട്ടേറ്റ് ചെയ്താൽ മതി, നമുക്ക് ജാതിക്ക അടയ്ക്കതിന്റെ ഉള്ളിൽ കയറും. നമ്മുടെ നാട്ടിൽ താഴെ വീണു കിടക്കുന്ന ജാതിക്ക പോലും കുനിയെടുക്കാൻ പറ്റാത്ത വിധം നടുവേദനയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ചിലർ ജാതിക്കയൊക്കെ പെറുക്കാൻ ഇത്തരം ടൂൾസ് ഉപയോഗിക്കേണ്ടി വരുന്നത്. നടുവേദന ഉള്ളവർക്ക് ദൈനംദിന ജോലികൾ എളുപ്പമാക്കാനും കുനിയേണ്ട സാഹചര്യം കുറയ്ക്കാനും സഹായകരമാകുന്ന 4 ടൂളുകൾ പരിചയപ്പെടുത്തി തരാം. ആദ്യത്തെ ടൂൾ ലോങ് ഹാൻഡിൽ നട്ട് പിക്കർ. ഇത് ഈ അടുത്ത് ഞാൻ ഇൻസ്റ്റയിൽ കണ്ടൊരു വീഡിയോ ആണ്. ജാതിക്ക എന്ന് പറയുന്നത് ഒരു മരത്തിനകത്ത് കുറേ ഉണ്ടാവും. അപ്പോൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ കുനിഞ്ഞു നിന്ന് പെറുക്കുന്നതിന് പകരം ഇത്തരം ഒരു ടൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പറിക്കാം. ഇത് അടയ്ക്ക പറിക്കാനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. രണ്ടാമത്തെ ടൂളാണ് ലോങ് ഹാൻഡിൽ ബ്രൂം. നമ്മുടെ നാട്ടിൽ ഇന്നും പലരും ഇങ്ങനെ ഒറ്റയ്ക്കുള്ള വീടുകളൊക്കെ വെച്ചിട്ടാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ മുറ്റമൊക്കെ ഉണ്ടാവും. അപ്പോൾ മുറ്റം അടിക്കുക എന്ന് പറയുന്നത് ആ ഹോം മേക്കറിന്റെ ഒരു വലിയൊരു ജോലിയാണ്. അതുകൊണ്ട് തന്നെ കുനിഞ്ഞു നിന്ന് മുറ്റം അടിക്കുക എന്നത് പലർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. എന്നാൽ നടുവേദന കാരണം പലർക്കും ചെയ്യാൻ പറ്റാത്ത വിഷമം പലരും എന്നോട് ഒന്ന് പറയാറുണ്ട്. അപ്പോൾ നടുവേദന ഉള്ള സമയത്ത് വീട് വൃത്തിയാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം ഒരു ടൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട് വൃത്തിയാവുകയും ചെയ്യും. നടുവേദന കൂടാതിരിക്കാനും ഇത് സഹായിക്കും. ലോങ് ഹാൻഡിൽ മോപ്പ്. പലപ്പോഴും വീടൊക്കെ വൃത്തിയായി സൂക്ഷിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ നടുവേദന ഉള്ള സമയത്ത് ഒരു നീളമുള്ള ഹാൻഡിലുള്ള മോപ്പൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ നമ്മുടെ വീട് തുടയ്ക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനും ഇത് ഉപയോഗിക്കാം. ലോങ് ഷൂ ഹോൺ. സ്ഥിരം ഷൂസ് ധരിക്കുന്നവർക്ക് ഷൂ ഹോണൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഷൂസ് ഇടുന്ന സമയത്ത് അല്ലാണ്ട് കുനിഞ്ഞു നിന്ന് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ലോങ് ഷൂ ഹോൺ പോലത്തെ ടൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഷൂസ് ഇടാനൊക്കെ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ടൂൾസ് ഒന്നും നടുവേദനയുടെ ചികിത്സയല്ല. എന്നാൽ നടുവേദനയുടെ ചികിത്സയോടൊപ്പം ഈ വേദന കൂടാതിരിക്കാൻ ശ്രദ്ധിക്കാനും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചികിത്സിച്ചുകൊണ്ടിരിക്കും ചെറിയ രീതിയിലെങ്കിലും വേദന കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ട്രീറ്റ്മെന്റ് പകുതി വെച്ച് സ്റ്റോപ്പ് ആവുകയും വീണ്ടും ആദ്യം മുതലേ തുടങ്ങേണ്ട ഒരു അവസ്ഥ വരികയാണ്. അതുകൊണ്ട് നമ്മുടെ ഹീലിംഗിന്റെ സമയം കൂടാനും ചാൻസ് ഉണ്ട്. ശരിയായ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഇത്തരം കാര്യങ്ങൾ ഒരു വ്യക്തതയും നമുക്ക് ആവശ്യമാണ്. എങ്കിൽ മാത്രമാണ് ആ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പോൾ ഏത് മസിൽസ് ആണ് നടുവേദനയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏത് പേശികളാണ് നീർക്കെട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ ഏത് പേശികളാണ് സ്ട്രോങ് അല്ലാത്തതെന്ന് തിരിച്ച് മനസ്സിലാക്കി നീർക്കെട്ട് വരാതിരിക്കാൻ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കറക്ഷൻസ് വേണ്ടത് ചെയ്യുക. ഇതിനെല്ലാം കൂടി ചേർന്നതാണ് ഒരു കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് വരുന്നത്. അതിൽ വേദന വരാതിരിക്കാൻ യൂസ്ഫുൾ ആയിട്ട് ഇത്തരം ടൂൾസുകൾ ഉപയോഗിക്കുന്നതും വളരെ എഫക്റ്റീവാണ്. ഞാൻ ഈ കാണിച്ചതിൽ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായി തോന്നിയ ടൂൾ ഏതാണ്? ഇതല്ല, ഇതിൽ കൂടാതെ ഏതെങ്കിലും ടൂൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യൂ. നടുവേദനയായി ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യൂ. ബാക്ക് പെയിൻ കുറയാൻ സഹായിക്കുന്ന കൂടുതൽ വീഡിയോകൾക്ക് ഈ അക്കൗണ്ട് എന്തായാലും ഫോളോ ചെയ്തോളൂ.